ആദ്യമേ തന്നെ ഇന്നത്തെ ദിവസത്തെ നന്മകൾ ഞാൻ എല്ലാവർക്കും നേരുന്നു. കത്തോലിക്ക സഭയിൽ 12-ാം വയസ്സിൽ തൻ്റെ കന്യകാത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരെത്തി. കത്തോലിക്ക സഭയിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയുമാണ് വിശുദ്ധ മരിയ ഗൊരെത്തി. ഇന്ന് നമുക്ക് വിശുദ്ധ മരിയ ഗൊരെത്തിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? ഇറ്റലിയിലെ അങ്കോണ പ്രവിശ്യയിൽ കൊറിനാൾഡോ എന്ന സ്ഥലത്ത് 1890 ഒക്ടോബർ 16-നാണ് മരിയ ഗൊരെത്തി ജനിച്ചത്. മരിയ തെരേസ ഗൊരെത്തി എന്നായിരുന്നു ബാല്യത്തിലെ പേര്. പിതാവ് ലൂയിജിയും അമ്മ അസുന്തയും ആയിരുന്നു. മരിയ മാതാപിതാക്കളുടെ 6 മക്കളിൽ 3-ാമത്തെ സന്താനമായിരുന്നു. അധികം താമസിയാതെ മരിയയുടെ പിതാവ് രോഗബാധിതനാവുകയും മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ മരണമടയുകയും ചെയ്തു. അമ്മയും സഹോദരങ്ങളും പാടത്ത് ജോലി ചെയ്യുമ്പോൾ വീട് വൃത്തിയാക്കുകയും പാചകം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നത് മരിയയായിരുന്നു. വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമായിരുന്നു മരിയയുടേത്. 1902 ജൂലൈ 6-ാം തീയതിയാണ് മരിയ കൊല ചെയ്യപ്പെട്ടത്. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വസ്ത്രം തുന്നിക്കൊണ്ടിരുന്ന മരിയയെ സെറിനെല്ലി കുടുംബത്തിലെ അലക്സാൻഡ്രോ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിക്കുകയും അല്ലാത്തപക്ഷം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അയാൾ അവളെ മാനഭംഗപ്പെടുത്താൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ മരിയ അയാൾ ചെയ്യാൻ പോകുന്നത് മരണകരമായ പാപമാണെന്നും നരകത്തിൽ പോകുമെന്നും പറഞ്ഞ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കീഴ്പ്പെടുന്നതിനേക്കാൾ മരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് മരിയ പറഞ്ഞപ്പോൾ അയാൾ 11 തവണ മരിയയെ കടാര കൊണ്ട് കുത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മരിയയെ വീണ്ടും 3 തവണ കൂടി അലക്സാൻഡ്രോ കുത്തി. സംഭവം നടന്ന് 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിയ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് അവൾ അലക്സാൻഡ്രോയ്ക്ക് മാപ്പ് കൊടുക്കുകയും അയാളെ തനിക്ക് സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് പറയുകയും ചെയ്തു. 1947 ഏപ്രിൽ 27-ന് മരിയയെ 12-ാം പിയൂസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ചടങ്ങിനിടയിൽ മാർപ്പാപ്പ മരിയയുടെ മാതാവിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു: അനുഗ്രഹീതയായ മാതാവ്, സന്തോഷവതിയായ മാതാവ്, അനുഗ്രഹീതയുടെ മാതാവ്. 3 വർഷങ്ങൾക്ക് ശേഷം 1950 ജൂൺ 24-ന് 12-ാം പിയൂസ് മാർപ്പാപ്പ തന്നെ മരിയയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിലും മരിയയുടെ അമ്മ പങ്കെടുത്തു. തൻ്റെ സന്താനത്തെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മാതാവായിരുന്നു അവർ. ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തരുതെന്ന ഒരു വിശുദ്ധ സന്ദേശം കൂടി വിശുദ്ധ മരിയ ഗൊരെത്തി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.